നമുക്കൊരു പായസം ഉണ്ടാക്കിയാലോ? ഇതെന്ത് പായസമാണെന്നറിയാമോ? വാ നമുക്ക് നോക്കാം. മത്തങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴുകി എടുക്കാം. മത്തങ്ങ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മത്തങ്ങ ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചവ്വരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട്. മത്തങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തവി വെച്ച് ഉടച്ചെടുക്കാം. വേവിച്ച മത്തങ്ങ ഉടച്ച് ഗ്യാസിൽ അടുപ്പിലാക്കിയിട്ടുണ്ട്. അതിലേക്കിനി നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരുന്ന ചവ്വരിയും കൂടെ ഇതിൽ ചേർക്കാം. ചവ്വരിയും കൂടെ ചേർത്ത് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലെല്ലാവരും അരിപ്പൊടി ചേർക്കുന്നുണ്ട്. പക്ഷെ ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. റവയാകുമ്പോൾ നല്ല ഒരു തരിതരിപ്പ് കൂടെ ഉണ്ടാവും. പായസത്തിനിടയ്ക്ക് ചെറിയൊരു തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല സ്വാദായിരിക്കും. നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു 150 ഗ്രാം ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാം ചേർന്ന് നല്ലവണ്ണം തിളച്ച് വന്നിട്ട് അതിലേക്ക് കുറച്ച് ഏലപ്പൊടി, ഏലക്ക പൊടിച്ചത്, ഏലക്കായും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നാളികേരത്തിൻ്റെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ കൂടെ ചേർക്കാം. കിസ്മിസും അണ്ടിപ്പരിപ്പും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതിനിപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ വറുത്ത് കോരാം. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടെ നെയ്യിൽ വറുത്ത് കോരിയതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വെള്ള ശർക്കര ആയതുകൊണ്ടാണ് ഈ കളറിലിരിക്കുന്നത്. ചുമന്ന ശർക്കര ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കളർ ആയിരിക്കും. എന്നാൽ ഇത് നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് എല്ലാം ഉള്ളത് തന്നെ, നല്ല മണമെല്ലാം വരുന്നുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അല്പം തരിയായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അധികം ഉടയ്ക്കാതെ ചവ്വരിയും എല്ലാം ചേർത്ത് 2 സ്പൂൺ റവയും കൂടെ ചേർത്താണ് ഈ രൂപത്തിൽ നല്ല തരിയായിട്ട് വന്നിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് കഴിക്കാനും ഒരു ടേസ്റ്റ് തോന്നും. ഇതന്നെ വെറുതെ കളയുന്ന കുഞ്ഞുങ്ങളെല്ലാം സാമ്പാറിലും അവിയലിലും എരിശ്ശേരിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവരെടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഒരു ഹെൽത്തിയായ ഒരു ഫുഡാക്കി മാറ്റിക്കഴിഞ്ഞാൽ അല്പം ശർക്കരയും നെയ്യും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങളെ ഉള്ളിലൊരു ഹെൽത്തിയായ ഒരു ഭക്ഷണം ചെല്ലുകയും ചെയ്യും. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഈസിയാണ് ഇത് ഉണ്ടാക്കി നോക്കുക. ഇതെൻ്റെ ചാനൽ എല്ലാവരും കയറി കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.